ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു പ്ലാന്റ് തന്നെയാണ്. വളരെ ഭംഗിയുള്ള ഇലകളുള്ള ഒരു പ്ലാന്റാണ് ഡ്രസീനിയ കോർഡിലൈൻ. ഈ ഒരു പ്ലാന്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. We are the bold. We can be anything, anything, anything. We are the light. We light the dark. We can do. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഒരു 3-4 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പം ഈ കാണുന്നത് എല്ലായിടത്തും കോമൺ ആയിട്ട് കാണുന്ന ഫസ്റ്റ് പ്ലാന്റാണ്. ഇത് രണ്ടാമത്തെ പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ മഴക്കാലം വരുമ്പോൾ നല്ല വൈറ്റ് ലീവ്സ് ആവും, വൈറ്റ് ആൻഡ് റെഡ് നന്നായിട്ട് വരും. അപ്പോൾ ചൂട് കൂടുന്തോറും ഇതിൻ്റെ അതായത് ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ, നേരിട്ട് ടെമ്പറേച്ചർ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സിൻ്റെ അറ്റമെല്ലാം അതുപോലെ കരിഞ്ഞു വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഷെയ്ഡിലൊക്കെ ആണെങ്കിൽ അത് നല്ല കളറായിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ചില കോർഡിലൈൻ വെയിലത്താണ് നല്ല ഭംഗിയിലിരിക്കുന്നത്. അപ്പം അങ്ങനെ രണ്ട് ഡിഫറൻസ് ഉള്ള ഒരു ടൈപ്പ് പ്ലാന്റാണ് നമ്മുടെ കോർഡിലൈൻ പ്ലാന്റ്സ്. ഇത് കോർഡിലൈൻ പ്ലാന്റിൻ്റെ തന്നെ ഒരു മെറൂൺ മജന്ത ഷെയ്ഡിലുള്ള ഒരു പ്ലാന്റാണ്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴക്കാലം വന്നാൽ നല്ല ഗ്രീൻ ആൻഡ് മജന്ത ഷെയ്ഡിൽ വരുന്ന പ്ലാന്റാണ്. പക്ഷേ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ അതിനൊരു ഗോൾഡൻ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതും നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. എനിക്കിത് മഴക്കാലത്ത് കാണാനായിട്ട് ഇഷ്ടം. ഇത് നേരത്തെ കാണിച്ച അതേ പ്ലാന്റാണ്. ഇത് വെയിലത്താണ് ഇരിക്കുന്നത്. ഇതിൻ്റെ വൈറ്റ് കളറെല്ലാം തന്നെ നഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ അതുപോലെ തന്നെ കെയറിങ് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് മറ്റൊരു കോർഡിലൈൻ പ്ലാന്റാണ്. ഇതും ഒരുപാട് പേർക്ക് അറിയാം, എല്ലായിടത്തും ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ്. പിന്നെ വേറൊരു ടൈപ്പാണ് ഇത് ജസ്റ്റ് UV ഫിൽറ്ററിൻ്റെ താഴെ വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കളറിന് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി വെയിലത്തിരിക്കുമ്പോൾ ഉള്ള ഒരു ടെക്സ്ചറും അല്ലെങ്കിൽ കളറും എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം എൻ്റെ കയ്യിൽ ആദ്യം കാണിച്ച 3 പ്ലാന്റേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേത് ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. അപ്പം എങ്ങനെയാണിത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, നമുക്കിത് പിടിപ്പിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോകത്തൊന്നുമില്ല. നല്ല ഭംഗിയാണ്. നമ്മുടെ ഗാർഡന് ഏറ്റവും ഭംഗിയുള്ള അതിസുന്ദരികൾ തന്നെയാണ്. അവർ പൂക്കളൊന്നും തരുന്നില്ലെങ്കിൽ കൂടിയും ഇലകൾ കൊണ്ട് എന്നും ഇത്തേ ബ്യൂട്ടിയിൽ തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റാണ് കോർഡിലൈൻ പ്ലാന്റ്. അതുപോലെ തന്നെ 2022 ഫെങ്ഷുയി പ്രകാരമുള്ള ലക്കി പ്ലാന്റ്സിൻ്റെ ലിസ്റ്റിൽ തന്നെ വരുന്ന 5 എണ്ണത്തിൽ ഫസ്റ്റ് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ കോർഡിലൈൻ പ്ലാന്റ്. അപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചത് വെയിലത്ത് വെച്ചാൽ ഇതുപോലെ നല്ല ചോക്ലേറ്റ് യെല്ലോ ഷെയ്ഡ് വരും. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് കാണിച്ച പ്ലാന്റ് UV ഫിൽറ്ററിൻ്റെ താഴെ വെച്ച പ്ലാന്റ് എന്ന് പറഞ്ഞില്ലേ, അത് വെയിലത്ത് വെച്ചത് ഇതുപോലെ വരും. അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് പ്ലാന്റ്സ് വെയിലത്ത് കുഴപ്പമില്ല, നല്ലതായിട്ട് ടെമ്പറേച്ചർ താങ്ങുന്നുണ്ട്. ചില പ്ലാന്റ്സ് ടെമ്പറേച്ചറിൽ അതിൻ്റെ ഇലയുടെ അറ്റമെല്ലാം കരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇതും നേരത്തെ കാണിച്ചതിൻ്റെ പ്ലാന്റിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചൊരു പ്ലാന്റ് ഉണ്ടായിരുന്നല്ലോ, ഗ്രീനും മജന്ത വരുന്നത്, അതിൻ്റെ ഒരു ചെറിയൊരു നാരോ ലീവ്സ് ഉള്ള ഫോമാണിത്. ഈ പ്ലാന്റ് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇത് കോർഡിലൈൻ ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡിൽ വരുന്നതാണ്. അപ്പോൾ ഞാൻ ഈ പ്ലാന്റ് വാങ്ങിയത് 50 രൂപയ്ക്കാണ് കേട്ടോ. റൂട്ടഡ് പ്ലാന്റ് ആണ്. ഇത് ചെറിയൊരു കട്ടിങ് റൂട്ട് വന്നതായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഇത് വാങ്ങിയത് നല്ല മഴയായിരുന്നു ഈ സമയത്ത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതുപോലെ തന്നെ മഴ കൊള്ളാതെ ഷെയ്ഡിലെടുത്ത് വെച്ച് വേര് പിടിപ്പിച്ച് പിന്നെ പുറത്തേക്ക് എടുത്ത് വെക്കുക ചെയ്തത്. അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല മഴക്കാലമൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കണ്ട. പിന്നെ നമുക്ക് വേരില്ലാത്ത റൂട്ട് കട്ടിങ്, ടോപ്പ് കട്ടിങ് അല്ലെങ്കിൽ സ്റ്റെം കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിലും നമ്മൾ ഫസ്റ്റ് നടുമ്പോൾ വളമൊന്നും കൊടുക്കണ്ട. കാരണം വളം ഇട്ട് കഴിഞ്ഞാൽ മണ്ണിൻ്റെ അസിഡിറ്റിക്ക് pH ലെവലിന് വ്യത്യാസം വരും, അസിഡിക് ആവും. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത ഭാഗത്തു നിന്ന് ചീച്ചൽ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ എന്ത് ചെടി നടുവാണെങ്കിലും കമ്പ് മുറിച്ച് നടുന്നത് ഫസ്റ്റ് നമ്മൾ വളമില്ലാതെ നടുന്നതാണ് നല്ലത്. വേണമെങ്കിൽ കുറച്ച് കൊക്കോപ്പിറ്റ് ചേർക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആഴ്ചയിൽ 2-3 തവണ മാത്രം വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്നറിയാം. പ്രൊപ്പഗേഷൻ വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാം. ഏതൊരു ബിഗിനറിനും വളർത്താൻ പറ്റിയ ഒരു അടിപൊളി കെയറിങ് ഒന്നും ഇല്ലാത്തൊരു പ്ലാന്റാണിത്. പ്രത്യേകിച്ച് വളമൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം ടെമ്പറേച്ചർ കിട്ടുന്നതനുസരിച്ച് ഇതിൻ്റെ ലീവ്സിൽ ഒത്തിരി ചേഞ്ചസ് വരും.
അതായത് സമ്മർ സീസൺ ആകുമ്പം വേറൊരു ഷെയ്ഡ് വരും, ദെൻ മൺസൂൺ സീസൺ ആണെങ്കിൽ മറ്റൊരു ഷെയ്ഡായിരിക്കും. അതായത് ടെമ്പറേച്ചർ എങ്ങനെയാണോ ഇതിനെ അഫക്റ്റ് ചെയ്യുക അതിനനുസരിച്ചിട്ട് ഇതിന് കളറിൽ ചേഞ്ചസ് വരും. അപ്പോൾ ജസ്റ്റ് സിമ്പിളാണ് ഇത് നടാനായിട്ട്. കുറച്ചും പറമ്പിലെ മണ്ണെടുക്കുക, ടോപ്പ് അല്ലെങ്കിൽ സ്റ്റെം എവിടെയെങ്കിലും നമ്മൾ ഒടിച്ചെടുക്കുക, കട്ട് ചെയ്യുക, കുത്തുക, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ.